വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷാവോദിയെ കണ്ടപ്പോൾ നാൻസിങ് സന്തോഷിച്ചെങ്കിലും അവന്റെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ നിന്നെ സമൺ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. നിനക്കിങ്ങനെ വിളിച്ചു വരുത്തുന്നത് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അറിയാതെ പറ്റിപ്പോയതാണ്. നിനക്ക് എസ്കേപ്പ് റൂം കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത്. നിന്റെ അനുവാദമില്ലാതെ ചെയ്ത് തെറ്റായിപ്പോയി. എന്നോട് ക്ഷമിക്കണം. നീ ഇത്ര ദേഷ്യപ്പെടും എന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ അവൾ പറയുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമല്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന കൂട്ടത്തിലല്ല എന്നറിയാമല്ലോ. എൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്കെന്തായാലും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇവിടെ വരെ വന്നതല്ലേ, ഇനിയിപ്പോൾ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞ് അവനായി അകത്തേക്ക് നടക്കുന്നു. നാൻസിങ് സന്തോഷത്തോടെ പുറകെ ചെല്ലുന്നുണ്ട്. സിസി ഹാവോയും വാതിൽക്ക് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും എത്തിയതോടെ അവർ ഒരുമിച്ച് അകത്തേക്ക് നടക്കുന്നു. അഡ്വഞ്ചർ പാർക്കിലെ ഗോസ്റ്റ് ഹൗസിനുള്ളിൽ കയറുന്ന പോലെ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അതിനുള്ളിൽ. ഓരോ റൂമിൽ ചെല്ലുമ്പോഴും അതിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഓരോ ടാസ്ക് പൂർത്തിയാക്കണം. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ടീം രണ്ടായി പിരിയേണ്ടി വരുന്നു. സിസിയും ഹാവോയും ഒരു ടീമായി പോകുന്നുണ്ട്. നാൻസിങ്ങും ഷാവോദിയും ഒരു ടീമായി മറ്റൊരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇടയ്ക്കൊരു റൂമിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ അവിടെ സ്ക്രീനിൽ തെളിയുന്ന പോസ് അനുകരിച്ച് കാണിക്കണം. ക്യാമറയിൽ മുഴുവൻ പോസ്റ്റുകളും കറക്റ്റായി വന്നാൽ അവർക്ക് മുറിയിൽ നിന്ന് പുറത്ത് കിടക്കാം. ആദ്യത്തെ പോസ്റ്റുകളൊക്കെ രണ്ടുപേരും നല്ല ആവേശത്തോടെ ചെയ്തു. അവസാനത്തെ പോസ്റ്റ് ഹഗ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. നാൻസിങ്ങിന് അത് കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാത്തതിനാൽ അവൾ അതിന് റെഡിയായി കൈ നീട്ടുന്നു. പക്ഷെ അവൻ മടിച്ചു നിൽക്കുകയാണ്. നമ്മൾ അതുപോലെ ചെയ്യാൻ പോവുകയാണെന്ന് അവൻ ചോദിച്ചപ്പോൾ ഹഗ് ചെയ്യുന്നതിൽ എന്താണ് അത്ര കുഴപ്പം എന്ന് അവൾ ചോദിക്കുന്നു. ഒരാണും പെണ്ണും തമ്മിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ നമ്മൾ വലിയ ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം, നിനക്കെന്താണ് പറ്റിയത്, മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മുമ്പായിരുന്നെങ്കിൽ നീ ഹഗ് ചെയ്യുക മാത്രമല്ല ചിലപ്പോൾ കിസ് ചെയ്യുക വരെ ചെയ്തേനെ. നീ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നിനക്ക് ആരോടോ ക്രഷ് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. ഞാൻ അറിയാതെ അങ്ങനെ വല്ല സംഭവം നടക്കുന്നുണ്ടോ? എവിടെയാണ് പെൺകുട്ടിയുടെ വീട്? എനിക്കറിയാവുന്ന ആളാണോ? നീ എന്നെ ഹഗ് ചെയ്തെന്ന് അവൾ അറിഞ്ഞാൽ അവൾക്ക് വിഷമമാകുമെന്ന് കരുതിയാണോ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്നൊക്കെ നാൻസിങ് നിർത്താതെ ഓരോന്ന് ചോദിക്കുന്നു. അവസാനം സഹികെട്ട് അവൻ ക്യാമറ ഓൺ ചെയ്ത് അവളെ ഹഗ് ചെയ്യുന്നു. പോസ് കറക്റ്റായി ക്യാമറ ക്ലിക്കായിട്ടും അവൻ പിടിവിടാതെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. വാതിൽ തുറന്നത് കണ്ട് നാൻസിങ് പിടിവിട്ടിറങ്ങിപ്പോയപ്പോൾ ഇത്ര വേഗം കഴിഞ്ഞെന്ന മട്ടിൽ അവൻ കുറച്ച് നിരാശനാകുന്നുണ്ട്. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ ഗെയിമിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഷാവോദിയുടെ മനസ്സ് നിറയെ നാൻസിങ് തൻ്റെ ഇഷ്ടം മനസ്സിലാക്കി കാണുമെന്നായിരുന്നു. പക്ഷെ അവളുടെ പ്രതികരണം കണ്ടപ്പോൾ അതിനൊരു സാധ്യതയുമില്ല എന്ന് അവൻ ഉറപ്പിക്കുന്നു. വെറുതെ ഇവൾ ഇത്രയും നാൾ സിംഗിളായി ഇരിക്കേണ്ടി വന്നത് എന്നും അവൻ മനസ്സിൽ വിചാരിക്കുന്നു. നാൻസിങ് എന്ന് ശരിക്കും ഹാപ്പിയാണ് വീട്ടിലേക്ക് എത്തിയത്. അമ്മയ്ക്കും അവളുടെ സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണല്ലോ. എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് അവൾ അത് തള്ളിക്കളയുന്നു. നീ അന്ന് എഴുതിക്കൊണ്ടിരുന്ന നോവൽ എന്താണ് ഇപ്പോൾ എഴുതാത്തത്? എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. നിനക്കത് കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് അമ്മ അവളോട് ചോദിക്കുന്നു. ഓഫീസിൽ പോകുന്നത് കൊണ്ട് ഇപ്പോൾ തീരെ സമയം കിട്ടുന്നില്ല. മാത്രമല്ല ബോസിനെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ മുമ്പ് എഴുതിയിരുന്ന പോലെ അദ്ദേഹത്തെക്കുറിച്ച് സങ്കല്പിച്ചൊന്നും എഴുതാൻ കഴിയുന്നതുമില്ല എന്ന് അവൾ പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് സിയോങ്ങിനെ കുറിച്ച് സങ്കല്പിക്കാമല്ലോ. അവൻ നിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഷാവോദി ഉദ്ദേശിച്ച അമ്മ പറയുന്നു. അതൊന്നും ശരിയാക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴും ഷാവോദിക്ക് ഹഗിൻ്റെ ഹാങ് ഓവർ മാറിയിരുന്നില്ല. എന്തായാലും ഇതോടെ ഒരു കാര്യം അവൻ ഉറപ്പായി. അവളുടെ മുന്നിൽ വെച്ച് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും തൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പോകുന്നില്ല. വെറുതെ ടെൻഷൻ അടിച്ച് ഇത്രയും സമയം വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നവൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഗെയിം അടിപൊളിയായിരുന്നു. ഇനിയും വേണമെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ അറേഞ്ച് ചെയ്തോളാൻ അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അടുത്ത ദിവസം അവൻ രാവിലെ എഴുന്നേറ്റ് നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ച് നാൻസിങ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവൾ എന്നും ഇറങ്ങാറുള്ള സമയമായപ്പോൾ അവൻ ഡോറിനടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. പതിവ് പോലെ അവൾ വന്ന് തന്നെ വിളിക്കുന്നത് പ്രതീക്ഷിച്ചാണ് അവൻ്റെ നിൽപ്പ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആരെയും കാണാത്തതിനാൽ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് അവൾ പോയി എന്ന് മനസ്സിലാകുന്നത്. അവളിന്ന് വിളിക്കാതെ പോയതിൽ അവനാകെ നിരാശനാകുന്നുണ്ട്. എന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിടയിൽ സീഷന്റെ ഫാൻ പേജ് നോക്കുന്ന കൂട്ടത്തിലാണ് ആരോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നാൻസിങ് എഴുതിയ നോവൽ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ക്യാരക്ടേഴ്സിന്റെ പേര് വായിച്ചപ്പോൾ സംശയം തോന്നിയതിനാൽ അന്ന് ഓഫീസിലെത്തിയപ്പോൾ നാൻസിങ്ങിനെ റൂമിലേക്ക് വിളിപ്പിച്ച് അവളാണോ ആ നോവൽ എഴുതിയതെന്ന് ഞാൻ ചോദിക്കുന്നു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ നോവൽ വീണ്ടും എങ്ങനെ വന്നു എന്ന് നാൻസിങ് അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. ഏതോ ഫാൻസ് അവൾ എഴുതിയത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നത് വീണ്ടും അപ്ലോഡ് ചെയ്തതാണ്. കഥയിലെ ഹീറോ സീഷനും വില്ലൻ നിന്റെ അയൽക്കാരനും നായിക നീയുമല്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. കമ്പനിയുടെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് കരുതി വഴക്ക് പറയാനായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാനിത് തൊട്ടിട്ടില്ല. ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആളിനെ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറയാൻ ശ്രമിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞ് അവൾ സോറി പറയുന്നു. പക്ഷേ അവളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല പുതിയ എഴുത്തുകാരെ കണ്ടെത്താൻ വേണ്ടി അടുത്ത് തന്നെ നടക്കുന്ന ഒരു കഥാമത്സരത്തിൽ പങ്കെടുക്കാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാനിതുവരെ അങ്ങനെ സീരിയസ് ആയി ഒന്നും എഴുതിയിട്ടില്ല. ഇതിന് താഴെ തന്നെ നെഗറ്റീവ് കമൻസ് ആണ് കൂടുതലും. എഴുതിയാൽ ശരിയാക്കില്ല എന്നൊക്കെ നാൻസിങ് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണ്ട. നിന്റെ കഥയുടെ കുറേ ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശ്രമിച്ചാൽ നിനക്ക് മെച്ചപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇപ്പോൾ എഴുതിയതല്ല സബ്മിറ്റ് ചെയ്യേണ്ടത്. പുതുതായി എന്തെങ്കിലും എഴുതി വേണം കൊണ്ടുവരാൻ. എഴുതുന്നതിന് മുമ്പ് ഈ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവളെ വിളിച്ച് സംസാരിക്കുന്നത് സീഷൻ ശ്രദ്ധിച്ചിരുന്നു. നാൻസിങ് തിരികെ സീറ്റിലെത്തി ആ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റൊക്കെ എടുത്ത് വായിച്ച് നോക്കുന്നു. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻസും അതിലുണ്ടായിരുന്നു. അവളതൊക്കെ വായിച്ച് രസിക്കുമ്പോഴാണ് സീഷൻ അവളുടെ തൊട്ടുപുറകിലെത്തിയത്. ഞെട്ടി തിരിഞ്ഞു നോക്കി അവൾ അവനെ കണ്ട് ലാപ്ടോപ്പ് പെട്ടെന്ന് അടച്ചു വെക്കുന്നുണ്ട്. അവളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നു. നാൻസിങ്ങും തൊട്ടുപുറകെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഷാവോദി ഈ സമയമെല്ലാം ഫോണും കയ്യിൽ പിടിച്ച് അവളെന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
അവൾക്ക് പക്ഷേ ഇതുവരെ ഫോണൊന്നും നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. നാൻസിങ്ങിനോട് എന്താണ് സംസാരിച്ചതെന്നായിരുന്നു സീഷൻ അറിയേണ്ടിയിരുന്നത്. അവൻ ഇനിയെങ്കിലും അവളുടെ കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്താതെ ഇരിക്കട്ടെ എന്ന് കരുതി ജോലിയും പേഴ്സണൽ റിലേഷൻഷിപ്പും കൂടി കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് പറഞ്ഞത് എന്ന് അവൾ പറയുന്നു. അവൾക്ക് പോലും അതിന് കഴിയാറില്ലല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഫ്രണ്ട് അവളെ പുറത്തു കൊണ്ടുപോയപ്പോഴും അറിയാതെ അവൾ ബിസിനസ്സിലേക്ക് കടന്നുപോയെന്ന് അവൻ അപ്പോൾ പരാതി പറയുന്നു. മാത്രമല്ല അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു വഴി പറഞ്ഞു തരാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പിടിയുമില്ല. ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കാലം സിംഗിളായിരിക്കില്ലായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ, നീ ഒരു പെണ്ണല്ലേ, അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ എന്നേക്കാൾ കൂടുതൽ നിനക്ക് കഴിയുമല്ലോ എന്നവൻ പറയുന്നു. കൂടുതൽ ചാൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ, അപ്പോൾ പതുക്കെ പതുക്കെ അവൾ തിരിച്ചറിഞ്ഞേക്കും എന്ന് അവസാനം അവൾ പറയുന്നു. അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവന് സമ്മതിക്കുന്നു. അങ്ങനെ തൽക്കാലം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. നാൻസിങ്ങിൻ്റെ മെസ്സേജ് കാത്തിരുന്ന് ഷാവതി ഈ സമയം ഒരു വഴിക്കായിരുന്നു. ഉച്ചവരെ അവൻ വീടിനുള്ളിൽ തന്നെ അവളുടെ കോളും പ്രതീക്ഷിച്ച് ഓരോന്നും ചെയ്ത് സമയം കളയുന്നു. ലഞ്ച് ടൈം എടുക്കാറായപ്പോൾ അവളുടെ ഓഫീസിലെടുത്ത് നിന്ന് അവളെ വിളിച്ചിട്ട് 3 മിനിറ്റുള്ളിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് ലഞ്ച് കഴിക്കാൻ എത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് നാൻസിങ് നിന്ന നിൽപ്പിൽ പുറത്തേക്ക് ഓടുന്നു. അവൾ ചെന്നപ്പോഴേക്കും അവൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അത്യാവശ്യമായിട്ട് എന്ത് കാര്യം പറയാനാണ് നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവളോട് ഫുഡ് കഴിക്കാൻ അവൻ പറയുന്നു. ഭംഗിയായി വേഷം ധരിച്ചിരിക്കുന്ന അവൾ ശ്രദ്ധിക്കാൻ വേണ്ടി കോട്ടൊക്കെ ഒന്ന് പൊക്കി കാണിക്കുന്നുണ്ട്. അവളോട് കോള പൊട്ടിച്ചു കൊടുക്കാൻ പറയുകയും ഫുഡ് വായിൽ വെച്ച് കൊടുക്കാൻ പറയുമൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയാണോ നീ ഇത്ര അത്യാവശ്യമായി എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്നവൾ ചോദിച്ചപ്പോൾ ഇതിനു വേണ്ടി മാത്രമല്ല, നിനക്കും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് ഗ്ലാസിന് വെളിയിൽ നിന്ന് ജിയോയും മറ്റു രണ്ടുപേരും അവളെ കൈവീശി കാണിച്ചത്. അവരെ കൂടി ഭക്ഷണം കഴിക്കാൻ ഒപ്പം കൂട്ടേണ്ടി വരുന്നു. നാൻസിങ്ങിന്റെ ഒപ്പം കുറച്ച് സമയം തനിച്ചിരിക്കാനാണ് അവൻ ഇത്രയൊക്കെ പാടുപെട്ടത്. അവർ കൂടി വന്നതോടെ അവൻ ആകെ അസ്വസ്ഥനാകുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാനും പറ്റുന്നില്ല. ജിയോ ആണെങ്കിൽ അവനെക്കുറിച്ച് നിർത്താതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ജനിച്ചത് ഏത് വർഷമാണ്, നാടെവിടെയാണ് എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ എന്തുതരം പറയണമെന്നറിയാതെ അവൻ ആകെ കുഴങ്ങുന്നു. നാൻസിക്ക് അവസരത്തിനൊത്ത് എന്തായാലും ഓരോന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ജിയോയ്ക്ക് അത്യാവശ്യമായി അറിയേണ്ടിയിരുന്നത് അവളും അവനും അയൽക്കാരനാണ് എന്ന് മാത്രമേ ഉള്ളൂ, അതോ അവർക്കിടയിൽ മറ്റെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ്. അങ്ങനെ റിലേഷൻ ഒന്നുമില്ല. അവൻ ഇതുവഴി പോയപ്പോൾ എന്നെ ലഞ്ച് കഴിക്കാൻ വിളിച്ചു എന്നേ ഉള്ളൂ എന്ന് നാൻസിങ് പറഞ്ഞപ്പോൾ അവനെ വളയ്ക്കാൻ ഇപ്പോഴും ചാൻസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ജിയോ ഹാപ്പിയാകുന്നു. നാൻസിങ് ഓഫീസിലെത്തിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂവെങ്കിലും ബോസും അവളും തമ്മിലുള്ള റിലേഷൻ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അവളോട് പെരുമാറുന്നതൊക്കെ പറഞ്ഞ് നാൻസിങ്ങിനെ കുറിച്ച് ജിയോ പൊക്കി പറയുന്നു. അവൾ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിലും ഷാവോദിക്ക് അത് കേട്ടപ്പോൾ അസൂയാണ് വന്നത്. അവൻ ജിയോയ്ക്കിട്ടൊരു പണി കൊടുക്കുന്നു. അവൾ വെള്ളം കുടിച്ചെടുത്തപ്പോൾ ഗ്ലാസ്സിൽ അവൻ്റെ മാസ്റ്റർ പീസ് ഏറ് ആരും അറിയാതെ കൊടുക്കുന്നു. ഗ്ലാസ്സിലെ ചൂടുവെള്ളം ജിയോയുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. ആ കെയർ ഓഫിൽ നാൻസിങ്ങിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവൻ്റെ അടുത്തുള്ള സീറ്റിൽ ഇരുത്തുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റപ്പോഴും അവർ ഇടയ്ക്ക് കയറി വന്നതിൻ്റെ ദേഷ്യം അവന് അടങ്ങിയിരുന്നില്ല. അവർ പോയ ശേഷം നാൻസിങ്ങും ഓഫീസിലേക്ക് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് ഇന്ന് വൈകിട്ട് ഞാനൊരു എസ്കേപ്പ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോകണമെന്ന് പറയുന്നു. ഇന്ന് ലഞ്ച് ടൈമിൽ ഞാനൊരു ജോലി ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചതാണ്, അപ്പോഴാണ് നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ പിന്നെ രാത്രിയിൽ ചെയ്യാമെന്നാണ് കരുതിയത്. അതുകൊണ്ട് എസ്കേപ്പ് റൂമിൽ പോകുന്നത് നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ എപ്പോൾ വിളിച്ചാലും വരാമെന്ന് നീ വാക്ക് തന്നല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച് അവൻ പിണക്കം കാണിച്ചപ്പോൾ എന്തായാലും ഞാൻ എസ് പറയുന്നവരെ നീ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, എങ്കിൽ പിന്നെ ഇന്ന് തന്നെ പോയേക്കാമെന്ന് അവൾ സമ്മതിക്കുന്നു. സിസിയെയും ഹവയും വിളിക്കേണ്ടതെന്നവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. ഇഷ്ടം തിരിച്ചറിയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി നോക്കാൻ നാൻസിങ് ഉപദേശിച്ചനുസരിച്ച് സീഷൻ എന്ന് പുറത്തേക്ക് അവിടെ കൊണ്ടുപോകാൻ ഇറങ്ങിയപ്പോൾ നാച്ചുറലായി കാണുന്ന പോലെ അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം പാളിപ്പോകുന്നു. അവസാനം അവൾ ലിഫ്റ്റിന് മുന്നിൽ എത്തുന്നതിന് മുമ്പ് അവൻ സ്റ്റെയർ വഴി താഴെ ഓടിയിറങ്ങി താഴെ നിന്ന് ലിഫ്റ്റിൽ കയറി മുകളിൽ എത്തുന്നു. എയ്ക്ക് മുന്നിൽ ലിഫ്റ്റ് തുറന്നപ്പോൾ അവൻ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഓടിയത് കൊണ്ട് അവൻ അപ്പോഴും അണയ്ക്കുന്നുണ്ടായിരുന്നു. നീ എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ മറുപടി പറഞ്ഞതിന് മുമ്പ് തന്നെ അവൾ അവർ ഒരുമിച്ച് പോയ ആർട്ട് എക്സിബിഷനെ കുറിച്ച് അവനോട് ചോദിക്കുന്നു. ആർട്ടിസ്റ്റുമായി പരിചയപ്പെടാനായിരിക്കും നീ എന്നെ കൂടെ കൊണ്ടുപോയത് എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അയാൾക്ക് നിന്നെ അറിയില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ നീ എന്തിനാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് അവൾ ചോദിക്കുന്നു. നിനക്ക് അയാളുടെ പെയിൻറ്റിങ്സ് ഇഷ്ടമാണെന്ന് തോന്നിയത് കൊണ്ട് വെറുതെ റിലാക്സ് ചെയ്യാൻ കൊണ്ടുപോയതാണെന്ന് സീഷൻ പറയുന്നു. അത്രേ ഉള്ളായിരുന്നു എന്ന് നിസ്സാരമായിട്ട് ചോദിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. നാൻസിങ് എന്ന് ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഷാവതി അവളെ കാത്ത് ഓഫീസിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നാൻസിങ്ങിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിയോയ്ക്ക് അവർക്കൊപ്പം ഡിന്നർ കഴിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മറ്റാരുമായോ ഡിന്നർ കഴിക്കാൻ ഇരുന്നതിനാൽ അവൾ യാത്ര പറഞ്ഞു പോകുന്നു. ഷാവതി നാൻസിങ്ങിനെയും കൂട്ടി എസ്കേപ്പ് റൂം ബുക്ക് ചെയ്തിരുന്നിടത്തേക്ക് പോകുന്നു. ഇന്ന് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചുള്ള വേറൊരു ടൈപ്പ് എസ്കേപ്പ് റൂമാണ് അവൻ ബുക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഹഗ് ചെയ്യാനുള്ള ചാൻസ് വല്ലതും കിട്ടിയേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ ഇന്നും വന്നിരിക്കുന്നത്. പക്ഷെ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ നിരാശനാകുന്നു. ഈ ഗെയിം കൊള്ളില്ല, ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ മതിയാക്കാൻ ഒരുങ്ങുന്നുണ്ട്. മാത്രമല്ല നമുക്ക് വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാമെന്നും അവൻ പറയുന്നു. ഇന്നിനി എനിക്ക് സമയമില്ല, എനിക്ക് അത്യാവശ്യം മറ്റൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൾ തൽക്കാലം ഗെയിം മതിയാക്കി തിരികെ പോകുന്നു. പറഞ്ഞ കഥാമത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ. അതിനുവേണ്ടി പുതിയൊരു സ്റ്റോറി എഴുതാനാണ് അവൾ തിരക്ക് പിടിക്കുന്നത്. പക്ഷെ വീട്ടിൽ ചെന്നിരുന്ന് എത്ര ആലോചിച്ചിട്ടും എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടതെന്ന് മാത്രം അവൾക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കുറച്ചു നേരം വെറുതെ പുറത്തൊന്ന് ചുറ്റി വരാം, അപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടിയേക്കെന്ന് തോന്നുന്നതിനാൽ അവൾ പുറത്തിറങ്ങുന്നു. ഫെയറി ഫൗണ്ടന് മുന്നിൽ ചെന്നിരുന്ന് അവൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഫൗണ്ടൻ്റെ മറുവശത്ത് ഈ സമയം ഷാവതിയും എത്തുന്നുണ്ട്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് നീയല്ലേ, അവൾക്ക് മറക്കാനാവാത്ത പ്രണയം വേണമെന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്, എന്നിട്ടിപ്പോൾ പ്രണയത്തിലായത് ഞാനാണ്, അവൾക്കൊരു കുലുക്കവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഫെയറിയോട് മനസ്സിൽ കുറേ പരാതി പറയുന്നു.
അവൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കണം, പക്ഷെ ഞാൻ പറയുന്നൊന്നും അവൾ അനുസരിക്കുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഉറക്കെ പരാതി പറഞ്ഞപ്പോഴാണ് നാൻസിങ് അവൻ അവിടെ നിൽക്കുന്നത് അറിഞ്ഞത്. നീ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിനക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുകയാണോ എന്നവൻ ചോദിച്ചപ്പോൾ ഞാനിവിടെ ഇരുന്ന് എൻ്റെ ബുദ്ധിയും മനസ്സുമൊക്കെ ക്ലിയർ ആക്കിയായിരുന്നു എന്നവൾ പറയുന്നു. എന്താണ് അവളുടെ പ്രശ്നമെന്ന് അവൻ ചോദിച്ചെങ്കിലും അവളത് പറയുന്നില്ല. മാത്രമല്ല, നിനക്ക് ഇന്നലെ മുതൽ എന്താണ് പറ്റിയത്? മൊത്തത്തിലൊരു വല്ലാത്ത രീതിയിലാണല്ലോ പെരുമാറുന്നത്. പതിവില്ലാത്ത എൻ്റെ കമ്പനിയിലേക്ക് വരുന്നു, എന്നെ ലഞ്ച് കഴിക്കാൻ കൂട്ടിക്കൊണ്ട് പോകുന്നു, എസ്കേപ്പ് റൂം കളിക്കാൻ പോകുന്നു, ഫുഡ് വാങ്ങി തരുന്നു. എന്താണ് സംഭവം? നീ എൻ്റെ അടുത്ത് നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചതുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ പുറകിലേക്ക് നീങ്ങി അവസാനം അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിൽ പോയി ഇരിക്കുന്നുണ്ട്. അവൾ തൻ്റെ മനസ്സിലുള്ളത് അറിയുമെന്ന പേടി കാരണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമാണ് നോക്കുന്നത്. പക്ഷെ നീ എന്താണ് എൻ്റെ മുഖത്ത് നോക്കാത്തത്? എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുഖം പിടിച്ച് നേരെ വയ്ക്കുന്നു. അപ്പോഴേക്കും അവൻ ആകെ വിയർത്ത് കുളിച്ചിരുന്നു. നീ എന്താണ് ഇത്ര വിയർക്കുന്നത്? നിനക്ക് സുഖമില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കുകയും നെഞ്ചിടിപ്പ് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നിരിക്കുന്നത് കണ്ട് അവൾക്ക് വീണ്ടും വെപ്രാളം കയറുന്നു. അവനെന്തോ പറയാൻ വന്നപ്പോഴേക്കും ബോധം നഷ്ടപ്പെട്ട് വീഴുന്നുണ്ട്. അവൻ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൾ ആകെ വെപ്രാളപ്പെട്ട് അവനെ വിളിച്ചുകൊടുക്കാൻ ശ്രമിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.